ചതിച്ചു ഗൈസ്, ചതിച്ച് ലോകേഷ് കണക്കിന് ചതിച്ച്. ഇത്രയും പ്രതീക്ഷിച്ച് പോയിട്ടില്ലെങ്കിൽ എന്താ ഇപ്പം വരും ഗൂസ് ബംസ്, ഇപ്പം വരും ഹൈ മൊമെന്റ്, ഇപ്പം വരും എന്തെങ്കിലും ഒരു തേങ്ങയില്ലേ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്. ചില സ്ഥലത്തൊക്കെ സീരിയൽ പോലെ ഉണ്ട്. സത്യം പറഞ്ഞാലല്ലോ പ്രശ്നം എന്താ പറയുക, സീറോ കണക്ഷനാ. ഒരാൾക്കും കഥയായിട്ടോ എന്താ പറയാ ആ ക്യാരക്ടറായിട്ടോ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ പറയുന്നത്. ഇത്രയും വലിയ കാസ്റ്റിനെ സംഭവത്തിനെ കൊണ്ടുവന്നിട്ട് ഡിസപ്പോയിന്റഡ് ആണ്. എസ്പെഷ്യലി ആ ശ്രുതിയാഷ് തന്നെ. എന്നാലും എന്റെ ലോകേഷേ നിന്നോട് എന്ത് തെറ്റ് ചെയ്തത്? ഞാൻ പൈസ പോയത് പോട്ടെ, ഉറക്കം പോയതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. പെർഫോമൻസ് സെറ്റപ്പ് ഉണ്ടാവുന്ന വിചാരിച്ച് നോക്കിയപ്പോ എല്ലാരും സീരിയലൊക്കെ ട്വിസ്റ്റുകളൊക്കെ സീരിയലൊക്കെ ഉണ്ടാവില്ലേ, മറ്റേ ട്വിസ്റ്റുകളൊന്നും പറയല്ല. അനിരുദ്ധിന്റെ ബിജിഎം ആണെങ്കിലും നമുക്ക് നോർമലി ഒരു ഗൂസ് ബംസ് ഒക്കെ വരുന്ന സംഭവമാണ്. അനിരുദ്ധിന്റെ ഇതിലൊരു ഫീല് കിട്ടുന്നില്ല. ആ ഫൈറ്റിന്റെ ഇടയിൽ ആ ഒരു നമുക്കൊരു ഉണങ്ങി കണക്കണം ഇങ്ങനെ ട്യൂണിൽ ഇങ്ങനെ പോകുന്ന പോലെ. മോണിക്ക എന്തിനാ വന്ന് അത് മോണിക്ക ബാക്കിയെല്ലാം അമീർഖാന്റെ ലാസ്റ്റിലേക്ക് വെച്ചാ ഇന്റർവെല്ലിൽ എണീറ്റ് പോലെ ആദ്യമായിട്ട് ഒരു ഫിലിമിന്റെ ഇന്റർവെല്ലിൽ ഞാൻ പുറത്തെണീറ്റ് പോയി. സത്യം പറഞ്ഞല്ലോ ടോട്ടലി ഡിസപ്പോയിന്റ് ആണ്. എന്റെ അടുത്ത് ഇത്രേ ഉള്ളൂ സംഭവം. പുള്ളീന്റെ അടുത്ത് മരുന്ന് തീർന്നിട്ടുണ്ട്. ഇനി പുതിയ റൈറ്റേഴ്സോ നല്ല കഥയോ അങ്ങനെ പുള്ളിക്ക് ഹൈപ്പ് ഇല്ലാതെ ഒരു പടം വരേണ്ടി വരും ഇനി ഇത് കിട്ടണമെങ്കിൽ. കാരണം പുള്ളി ചെയ്ത വെച്ചാൽ ഫ്രഷ് ആയിട്ടുള്ള എന്തെങ്കിലും ഇത് പണ്ടൊട്ടേ ആൾക്കാർ എഴുതി വെച്ച് ആ സെയിം